ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സത്യവിശ്വാസി അവൻ സത്യവിശ്വാസി ആകുന്നതോടൊപ്പം ആ വിശ്വാസത്തിൻ്റെ സത്ഫലങ്ങൾ അവനും മറ്റുള്ളവർക്കും അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ തേട്ടമായിക്കൊണ്ട്, വിശ്വാസത്തിൻ്റെ വിശദീകരണങ്ങളായിക്കൊണ്ട് അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കേവലമായ നാവുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമായി വിശ്വാസം ചുരുങ്ങിപ്പോകാതെ അത് അവൻ്റെ നിഖില മേഖലകളിലേക്കും, അവൻ വസിക്കുന്ന, അവൻ ജീവിക്കുന്ന, അവൻ ഇടപെടുന്ന ആളുകളിലേക്കും എല്ലാം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഗുണം, നന്മകൾ പ്രസരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കേവലമായ ആരാധനാ കർമ്മങ്ങൾ മാത്രം പറഞ്ഞ് അത് ചെയ്ത് മാത്രം ജീവിച്ച് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എത്രയോ ആയത്തുകളിലൂടെ കടന്നു പോയാൽ ആ വിശ്വാസത്തിൻ്റെ മഹൽ ഗുണങ്ങൾ അത് അവൻ എല്ലായിടത്തും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അവനിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കേണ്ടതുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിളുഉം വസബ്ഊന ശുഉബ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 70-ൽ പരം ശാഖകളാണ്. 70-ൽ പരം ശാഖകൾ. മറ്റൊരു ഹദീസിൽ അത് 60-ൽ പരം ശാഖകൾ എന്നും വന്നിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ് ഏറ്റവും ഉത്തമമായത്, ഏറ്റവും അതിൽ ഈമാനിലെ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ വാക്ക്, വാചകം എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്ന് പറയുന്നത്, ഈമാനിൻ്റെ ഏറ്റവും അവസാനത്തെ പടി എന്ന് പറയുന്നത് അത് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യലാണ്. ഈമാനിൻ്റെ ഏറ്റവും അവസാന പടി വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുക. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. എന്നിട്ട് പറഞ്ഞു ലജ്ജ ഈമാനിൻ്റെ എന്താണ്, ഈമാനിൽപ്പെട്ടതാണ്, ഈമാൻ്റെ ഒരു ശാഖയിൽപ്പെട്ടതാണ് ലജ്ജ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെ അവസാനിപ്പിക്കുകയല്ല, അത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, മറിച്ച്
അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളും ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ താഴെ 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 വരുന്ന കാര്യങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽപ്പെട്ട ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് ഇമാത്തത്തുൽ അദാനി ത്വരീഖ്. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു തടസ്സം കണ്ടാൽ അത് നീക്കം ചെയ്യാതെ വിശ്വാസി മുന്നോട്ട് പോകാൻ പാടില്ല. സഞ്ചരിക്കുന്ന വഴിയിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന വല്ലതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അത് നീക്കം ചെയ്യാനും ആ യാത്ര, മറ്റുള്ളവർക്കുള്ള യാത്ര എളുപ്പമാക്കുവാനും സുഗമമായ സഞ്ചാര പാത ഒരുക്കുവാനും വിശ്വാസിക്ക് സാധിക്കണം. അതല്ലാതെ ഈ വലിയ നിസ്കാരം തഴമ്പും വലിയ താടിയും തൊപ്പിയും അങ്ങനെ വെച്ചുകൊണ്ട് പള്ളി വരിക, നിസ്കരിക്കുക, വീട്ടിൽ പോകുക, അടുത്ത വാങ്ക് കേട്ട് നിസ്കരിക്കുക, വീട്ടിൽ പോകുക എന്ന ഒരു പരിപാടിയല്ല. അത് വിശ്വാസത്തിൻ്റെ അതിൻ്റെ മഹിമ, അതിൻ്റെ ഗരിമ മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മളൊക്കെ വിശ്വാസികളെ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലായിരിക്കും നമ്മൾ വിശ്വാസികളെ കാണുന്നത്. ഇങ്ങനെ നിസ്കരിക്കുന്നവരെ ആണ് വലിയ വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ വലിയ അല്ലെങ്കിൽ അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്, തർക്കമില്ല, നമസ്കാരം എന്ന് പറയും, ഒരു തർക്കവുമില്ല. പക്ഷേ അത് മാത്രം പോരാ എന്നുള്ളതാണ്. അത് കൊണ്ട് മാത്രം അയാളുടെ വിശ്വാസം പരിപൂർണമാകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് മറ്റുള്ള മേഖലകളിലേക്കും അവൻ്റെ പ്രയോജനം, ആ വിശ്വാസത്തിൻ്റെ പ്രയോജനം മറ്റുള്ളവരിലേക്കും പ്രതിഫലിപ്പിക്കപ്പെടണം. അതാണ് ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ വചനം, അഫ്ളലായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണെന്ന് മനസ്സിലാക്കിയത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 24-25 വചനങ്ങളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ വിശദീകരിക്കുന്നത്? അല്ലാഹു പറയുകയാണ്, ഒരു ഉദാഹരണം ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. അലം തറ കൈഫ, നീ കാണുന്നില്ലേ, കൈഫ എപ്രകാരമാണ് എന്ന്. ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ, ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തൻ ത്വയ്യിബത്തായ ഈ വചനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ അല്ലാഹു എപ്രകാരമാണ് വിശദീകരിച്ചതെന്ന് നീ കാണുന്നില്ലേ, ഉദാഹരിച്ചത് കാണുന്നില്ലേ? എപ്രകാരമാണ് ഉദാഹരിച്ചത്? എന്നിട്ട് പറഞ്ഞു കശജറത്തിൻ ത്വയ്യിബതൻ, കശജറത്തിൻ ത്വയ്യിബത്തിൻ, ഒരു നല്ല മരത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ പറഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്താണെന്ന് ഒരു നല്ല മരത്തോട് ഉപമിച്ചു. എന്നിട്ട് ആ നല്ല മരത്തിന്റെ സ്വഭാവം എന്താണ്? അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ വേര് ഭൂമിയിൽ ഉറച്ചു നിൽക്കും. അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ അടിവേര് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതും വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ശാഖ ആകാശത്തിങ്ങനെ വളർന്നു പന്തലിച്ചു നിൽക്കും. അതിൻ്റെ ശാഖ ഭൂമിയിൽ അതിൻ്റെ ചുവട് ഉറച്ചു നിൽക്കും. വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ വിശ്വാസിയുടെ ഉദാഹരണം പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് ഉറച്ചു നിൽക്കും, ഭൂമിയിൽ അവൻ ഉറച്ചു നിൽക്കും. ഒരു വിധത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ഉച്ചരിച്ച ഒരാൾക്ക് പിന്നെ ഒന്നിനെയും ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, ഒരു ഇൻസിനെയും ഭയക്കേണ്ടതില്ല, ഒരു ശൈത്വാനിനെയും പേടിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ ഒരാൾക്ക് അവന് മുന്നോട്ട് പോകാൻ ഈ പ്രേരിപ്പിക്കുന്ന ശക്തമായ ഘടകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുന്നത്. അവന് ഒരു വിധത്തിലുള്ള ഭയവും പിന്നീട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാഹനെ മാത്രമേ അവൻ ഭയപ്പെടുകയുള്ളൂ, വേറെ ഒന്നും
എന്തു പിന്നെ വന്നാലും, എന്ത് തൻ്റെ മുമ്പിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചാലും, ആരൊക്കെ തൻ്റെ നേരെ വന്നാലും അവനൊരു കുലുക്കവും ഉണ്ടാവുകയില്ല, ഉറച്ചു നിൽക്കും. അതാണ് ആ പറഞ്ഞത്, അസ്ലുഹാ സാബിത്തുൻ, അവൻ ഉറച്ചു നിൽക്കും, അതിന്റെ മുരട് ഉറച്ചു നിൽക്കും. എന്നിട്ട് വിശദീകരിക്കുകയാണ്, അതുകൊണ്ട് തീർന്നില്ല, ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തീർന്നില്ല. അതിന്റെ ശാഖ ഇങ്ങനെ വളർന്ന് പന്തലിച്ച്, ഇങ്ങനെ ആകാശത്തെ വളർന്ന് പന്തലിച്ച് നിൽക്കും. വലിയ വലിയ മരങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല മരങ്ങൾ, വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ അതുപോലെയായിരിക്കും, വളർന്ന് പന്തലിച്ച് നിൽക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഒരുപാട് ഗുണങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടും. ആ മരം കൊണ്ട് തണല് ലഭിക്കും. അള്ളാഹു പറഞ്ഞ തണല് കിട്ടും മറ്റുള്ളവർക്ക്. ആ മരം കൊണ്ടുള്ള പ്രയോജനം അള്ളാഹു എടുത്തു പറയണം. തണല് ലഭിക്കും. നമുക്കൊക്കെ ചില പിന്നെ മരത്തിന്റെ തണൽ, നല്ല വെയിലത്ത് ഒരു മരം തണൽ കിട്ടുകയാണെങ്കിൽ എന്തൊരു ആശ്വാസമാണ്. നല്ല ചൂടുള്ള സമയങ്ങളിൽ ബസ് സ്റ്റോപ്പിലും അവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല വെയിലാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കയറി നിൽക്കാൻ, ഒന്ന് തണലത്ത് നിൽക്കാൻ, അതേപോലെയുള്ള ഒരു ആളായി ഈ വിശ്വാസി മാറും എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ഉച്ചരിച്ച വിശ്വാസിയായ ആളുടെ നിന്ന് വരുന്നതാണ്. അവൻ തണലായി മാറും സമൂഹത്തിന്, അവന്റെ ആളുകൾക്ക്, അവനുമായി ബന്ധപ്പെടുന്നവർക്ക് എല്ലാവർക്കും അവരൊരു തണലും ആശ്വാസമായി അവൻ വർത്തിക്കും. അതാണ് വിശ്വാസം. അതപ്പോ ഒരു പേരിൽ ചുരുങ്ങിപ്പോകേണ്ടവനല്ല വിശ്വാസി എന്ന് പറഞ്ഞു. തീർന്നില്ല, അള്ളാഹു പറയുന്നത് ആ പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിന്റെ കനി എല്ലാ കാലത്തും അത് നൽകിക്കൊണ്ടിരിക്കും. വിശ്വാസിയെ ഉദാഹരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ഉച്ചരിച്ച ഒരു വിശ്വാസി, ആ വിശ്വാസിയെ എടുത്തു പറയുകയാണ്. അവൻ എന്തായിരിക്കും? റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അവൻ എന്നും അതിന്റെ കനി എല്ലാ കാലഘട്ടത്തിലും അവൻ നൽകിക്കൊണ്ടിരിക്കും. ഒരു കാലത്തിലും മുടങ്ങിപ്പോവുകയില്ല. എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും വിശ്വാസിക്ക് രണ്ട് സ്വഭാവം ഉണ്ടാവുകയില്ല എന്ന്, ഒറ്റ സ്വഭാവമേ കാണിക്കുകയുള്ളൂ. വിശ്വാസികൾ പിന്നെ രണ്ട് സ്വഭാവക്കാരായിട്ട് മാറാൻ പാടില്ല. മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുന്ന, എല്ലാവർക്കും തന്നിൽ നിന്നും ഗുണം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകുക. അതാണ് ആ ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള വിശ്വാസികളാണോ നമ്മൾ? അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഖുർആൻ പറഞ്ഞ ഈ തരത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകാറുണ്ടോ? പുറത്തേക്ക് വരുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ടോ? വീട്ടുകാർക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആരുമാവട്ടെ, അവർക്ക് ഈ വിശ്വാസിയുടെ ഗുണം, ഇസ്ലാമാകുന്ന ഈ നന്മ മരം, ഇസ്ലാമാകുന്ന ഈ നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഗുണം ലഭിക്കുന്നുണ്ടോ? അതോ ഈ പറഞ്ഞതുപോലെ പിന്നെ ഏറ്റവും നല്ല വിശ്വാസി ഞാൻ തന്നെ എന്ന് ഞാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ എനിക്കൊന്നും തടസ്സമില്ല, നേരെ സ്വർഗത്തിലേക്കാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഞാനിനി പെട്ടെന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലാണെന്നുള്ള കാഴ്ചപ്പാടിലാണോ? നമ്മളുടെയൊക്കെ വിചാരം ആ രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എത്രയോ പിന്നെ സഹായങ്ങൾ കിട്ടേണ്ട അവസ്ഥകളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ നമ്മുടെ ചുറ്റുഭാഗത്ത് ആളുകൾക്ക്, ജനങ്ങൾക്ക് ഉപകാരം കിട്ടേണ്ടതുണ്ട്. എന്തെല്ലാം തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്?
അപ്പൊ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിന്റെ കനി എല്ലാ കാലത്തും നൽകും. നമ്മളെ അന്വേഷിക്കും ആളുകൾ. നമ്മളെ ശരിയായ വിശ്വാസിയാണ് എങ്കിൽ നമ്മളെ അന്വേഷിക്കും. സഹാബിമാരെ അന്വേഷിച്ചതുപോലെ. അബൂബക്കർ എവിടെ പോകുന്നു? പിന്നെ നാട് വിട്ടു പോവുകയാണ്. നിങ്ങളൊക്കെ പോയാൽ പിന്നെ ഇവിടെ പിന്നെ ആരാണ്? നിങ്ങളൊക്കെ പോയാൽ പിന്നെ ആരാണ് എന്ന് ചോദിക്കുകയാണ് അവരോട്. കാരണം അവരവരുടെ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്താണ് ഈ വിശ്വാസം? ആ വിശ്വാസത്തിന്റെ തെളിമ അവരിലെല്ലാം കാണുമായിരുന്നു. അങ്ങനെയാണ് അവർ ജീവിച്ചത്. അപ്പോൾ സത്യവിശ്വാസി ആ അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കും. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആരാധനകൾ തന്നെ. ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനകളെല്ലാം ഒക്കെ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. മറ്റുള്ള തൻ്റെ ആളുകളെ, അവരാരുമായിക്കൊള്ളട്ടെ, അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. ഈ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്നതാണല്ലോ ആരാധന എന്ന് പറയും. സൃഷ്ടാവിന് നമ്മൾ ചെയ്യുന്ന പക്ഷേ സൃഷ്ടികളെ മറന്നുകൊണ്ട് സൃഷ്ടികളോടുള്ള ബന്ധങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയെ ഇസ്ലാം ഒരിക്കലും എവിടെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാമിന്റെ ഏതേത് ആരാധനാ കർമ്മങ്ങളും എടുത്ത് നമ്മൾ നോക്കൂ. നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കൂട്ടത്തിൽ നമസ്കാരത്തെ കുറിച്ച് ഇബാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ആരാധന. നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സൂറത്തുണ്ട്, 107-ാമത്തെ അധ്യായം, സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നമുക്കൊക്കെ സുപരിചിതമായ, നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന ഒരു ചെറിയ സൂക്തമാണ് സൂറത്തുൽ മാഊൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവനെ നീ കണ്ടുവോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, ദീനിനെ കളവാക്കിയവൻ. നമ്മളൊക്കെ ഇസ്ലാം മതം എന്ന ആ ദീനിൽ വിശ്വസിക്കുന്നവരാണല്ലോ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞതോ ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥയെ തള്ളിക്കളഞ്ഞവൻ എത്രയവൻ. ദീനിനെ വ്യാജമാക്കിയവൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫദാലികല്ലദീ യദ്ഉൽ യതീം, യദ്ഉൽ യതീം, അനാഥയെ തള്ളിക്കളഞ്ഞവനാണ്. അനാഥയെ അന്വേഷിക്കാതെ, അനാഥയുടെ കാര്യം ശ്രദ്ധിക്കാതെ, അത് അങ്ങനെ രീതിയിൽ തൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കിയ ആളെയാണ് മതത്തെ വ്യാജമാക്കിയവനെ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെങ്ങനെ ഈ മുസ്ലിമാവും? നമ്മളെങ്ങനെ അള്ളാഹു പഠിപ്പിക്കുന്ന ദീൻ, യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടവരായിട്ട് നമ്മൾ മാറും? അനാഥയെ തള്ളിക്കളഞ്ഞവനെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്. നിസ്കാരം വിട്ടവനെന്നല്ല, സക്കാത്ത് കൊടുക്കാത്തവനെന്നല്ല, ഹജ്ജ് ചെയ്യാത്തവനെന്നല്ല പറഞ്ഞത്. മറിച്ച് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ വ്യാജമാക്കിയവനെ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഫദാലികല്ലദീ യദ്ഉൽ യതീം എന്ന്. തീർന്നില്ല, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീനിന്റെ കാര്യവും പറയുകയാണ്, ടീമിന്റെ കാര്യവും മിസ്കീനിന്റെ കാര്യവും. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. വളരെയേറെ പുണ്യങ്ങളുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദ.
ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇത്ര അടുത്തായിരിക്കും, ഇതുപോലെ ആയിരിക്കുമെന്ന് ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അനാഥയുടെ കാര്യം, എത്രയെത്ര മക്കൾ, വാപ്പയില്ലാത്തവർ, ഉമ്മയില്ലാത്തവർ, കഷ്ടപ്പെടുന്ന മക്കൾ, പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം. നമ്മൾ വലിയ നമസ്കാരക്കാരും. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ കാര്യം പറഞ്ഞിട്ടാണ് പിന്നീട് പറഞ്ഞ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്നു നാശം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള നമസ്കാരക്കാരും അതിൽ പെട്ടുപോയേക്കാം. ഈ അനാഥയെ തള്ളിക്കളഞ്ഞവനും അതേപോലെ തന്നെ മിസ്കീനിന്റെ ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ ആരാധനാ കാര്യങ്ങളിൽ മാത്രം ജീവിച്ചവനും ഒക്കെ ഇതിൽപ്പെട്ട് പോയേക്കാം. അങ്ങനെയൊക്കെ തഫ്സീർ വന്നിട്ടുണ്ട്. ജലാലൈനി തഫ്സീറിലൊക്കെ ഈ കാര്യങ്ങൾ അങ്ങനെയുള്ള നമസ്കാരക്കാർക്ക് നാശം എന്ന് അവരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫവൈലുൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്നു നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായിരിക്കും. അല്ലദീനഹും യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കും. ഇതൊരു പ്രകടനമായ രൂപമാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു ആളുകൾ കാണുന്ന നോമ്പ് പോലെയല്ല നിസ്കാരം. നിസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നതാണ്. നിൽക്കുന്നതും കുനിയുന്നതും സുജൂദ് ചെയ്യുന്നതും എല്ലാം കാണുന്ന തരത്തിലാണ്. അപ്പൊ അതിനകത്ത് പ്രകടനത ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോവും, എല്ലാം നഷ്ടപ്പെട്ടു പോവും, അള്ളാഹ് സ്വീകരിക്കുകയില്ല. വൈലുൻ, നാശം എന്നാ പറഞ്ഞത്. ഫവൈലുൻ, നാശം, ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കാകുന്നു നാശം. അങ്ങനെയുള്ള നിസ്കാരക്കാർ അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ്. ആ കൂട്ടത്തിൽ നമ്മൾ നിസ്കാരം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിസ്കാരം ഒന്ന് മാത്രം അതുകൊണ്ട് ചുരുങ്ങിപ്പോകാൻ പാടില്ല. കുറെ വേറെയും ഇബാദത്തുകളുണ്ട്. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കാൻ പറഞ്ഞിട്ടുള്ളത് പാവങ്ങളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും എല്ലാവരെയും പരിഗണിക്കണമെന്നാണ്. ഓരോരോ കാര്യങ്ങളിലും ഓരോ ഇബാദത്തുകളിലും പറഞ്ഞിട്ടുള്ളത്. സക്കാത്തിനെ സംബന്ധിച്ച് സക്കാത്തിന്റെ അവകാശികൾ ഇന്നമാ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സക്കാത്ത് ആർക്കൊക്കെയാണ്? 8 വിഭാഗം അവകാശികളുണ്ട് സക്കാത്തിന്. അത് ഖുർആൻ എണ്ണി പറയുകയാണ്. അതിൽ പ്രഥമമായ പരിഗണന ആർക്കാണ് നൽകേണ്ടത് എന്ന് എല്ലാം വളരെ കൃത്യമായിട്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഇസ്ലാമിലെ വലിയൊരു ആരാധനാ കർമ്മമാണ് സക്കാത്ത്. ഇസ്ലാമിലെ വളരെ മഹത്തായ ആരാധനാ കർമ്മമാണ് സക്കാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. സക്കാത്ത് കൊടുക്കാത്തവനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സമൂഹത്തിലെ പാവങ്ങളെ, പട്ടിണി പാവങ്ങളെ, എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട്. എത്രയോ ആളുകൾ നിത്യവൃത്തിക്ക് ആഹാരത്തിന് വകയില്ലാത്ത സാധുക്കളായ ആളുകൾ എത്ര ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാട്. നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഒക്കെ അപേക്ഷകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വാപ്പാക്ക് സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. മക്കൾ പറയുന്നു, വാപ്പ സുഖമില്ല, കരള് പോയി, വാപ്പയുടെ കരള് പോയി, കരള് ഇല്ല, അതുകൊണ്ട് സഹായിക്കണം. നമ്മളോ തെറ്റിച്ചു കളയും. നമ്മളത് തെറ്റിച്ചു കളയും. എന്നിട്ട് പിന്നെ അതൊക്കെ വേറെ ഇവർ നോക്കിക്കോളും. ഈ സാമൂഹിക ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെ തലയിലേക്ക് അത് വെച്ചു കൊടുത്തിരിക്കുക. അവർ നോക്കിക്കോളും. നമുക്കെന്താണ് പണി? നമുക്ക് ആ കാര്യത്തിലൊക്കെ 1 രൂപയെങ്കിലും ചെലവഴിക്കാൻ മനസ്സ് കാണിക്കണം. മനസ്സ് കാണിക്കുന്നുണ്ടോ നമ്മൾ? ആ വിഷയത്തിലൊക്കെ നമ്മൾ എത്രയോ രൂപ ചെലവഴിക്കുന്നു നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ പൈസകൾ ചെലവഴിക്കുന്നു. എന്നാൽ ഇതുപോലുള്ള കാരുണ്യമായ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർ
എന്നിട്ട് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധന കർമ്മം ഈ രീതിയിലാണ്. സക്കാത്ത് അത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് അവരെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ തരത്തിൽ ആരാധനകളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. നോമ്പ്, പട്ടിണി നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. നോമ്പിലൂടെ വിശപ്പിന്റെ ആ കാഠിന്യം എത്രയാണെന്ന് ഓരോരുത്തരെയും ഓരോ വയറിനോടും അള്ളാഹു എന്ത് ചെയ്യണം, അറിയിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു സമാധാനമുണ്ട്, അത് കുറച്ച് മണിക്കൂറുകൾ മാത്രം, അത് കഴിഞ്ഞാൽ വിശാലമായി ഉണ്ണാം. എന്നാൽ എന്നും നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകൾ ഇല്ല, തിന്നാനില്ല. പണ്ട് ഒരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ കുട്ടി സൗദി അറേബ്യയിൽ ഇരിക്കുന്ന വലിയ ആലിമിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അത്താഴം കഴിച്ചില്ലെങ്കിൽ നോമ്പ് പിടിക്കാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം ഇല്ല, അത്താഴം കഴിക്കാനില്ല, നോമ്പ് പിടിക്കാമോ എന്ന് ചോദിക്കുകയാണ്. പണ്ഡിതൻ കരഞ്ഞുപോയി. മറുപടി എന്തു പറയും? അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അത് ഒക്കെ നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പൊ ഇസ്ലാമിൻ്റെ ഓരോ ആരാധനകൾ കർമ്മങ്ങളും ഈ പറഞ്ഞതുപോലെ ഒക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ 107-ാമത്തെ അധ്യായം സൂറത്തുൽ അതിൻ്റെ പേര് തന്നെ മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, അതിലൊക്കെ നമ്മൾ പരസ്പരം സഹായിക്കണമെന്നാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. പരസ്പരം സഹായിക്കണം. അതിൽ ആ മാഊൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ മാഊനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്താണ്. അതിൻ്റെ ഏറ്റവും താണ പടിയിലുള്ളത് അരിപ്പ, കൊട്ട, സൂചി ഒക്കെയാണ്. ഈ അയൽപക്കത്ത് നിന്ന് ചോദിച്ചു വരും, ആ മൺവട്ടിയൊന്നും തരുമോ, അല്ലെങ്കിൽ ആ സൂചിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവശ്യം വരും. അപ്പോൾ അതിനെ തടയാൻ പാടില്ല. വയം നഊനൽ മാഊൻ എന്നാ പറഞ്ഞ അവരെ വിശേഷിപ്പിച്ചു. ആ നാശക്കാരെ വിശേഷിപ്പിച്ചത് അവർ പരോപകാര വസ്തുക്കളെ തടയുന്നവരായിരിക്കുമെന്നാണ്. തടയാൻ പാടില്ല. അങ്ങനെ ഒരു വിശാലമായ ചിന്തയും വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകനും അനുയായികളും അവരുടെ ജീവിതം ഒക്കെ നമുക്ക് മാതൃകയാണ്. അവരുടെ ജീവിതമൊക്കെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയൊരു കച്ചവടക്കാരനായിരുന്നു. ഒരു ദിവസം ഒരിക്കൽ മദീനയിൽ വലിയ ക്ഷാമമുണ്ടായി. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയൊരു കച്ചവട ഇതുമായിട്ട് നാട്ടിലോട്ട് വരുന്നത്, വലിയ ചരക്കുകളും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കച്ചവടക്കാരുണ്ടല്ലോ, ഇതിനകത്ത് സാധനം മേടിച്ച് അടുത്ത ഇതിൽ വിൽക്കുന്ന ആളുകൾ അവരെല്ലാം ഓടിക്കൂടി. അപ്പോൾ അവർ വില പറയുകയാണ്. ഈ ചരക്കിന് ഓരോന്നിനും വില പറയുകയാണ്. നല്ല വില തരാന്ന് പറയുകയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞാനിത് നല്ലൊരു വിലക്ക് വിറ്റ് കഴിഞ്ഞു, എനിക്ക് വലിയൊരു ലാഭം കിട്ടിയിരിക്കുകയാണ്. എന്താ ലാഭം? അതെല്ലാം ആ സമൂഹത്തിലെ പാവപ്പെട്ടവരായ ആളുകൾക്ക് ദാനം ചെയ്തു. വലിയൊരു പ്രതിഫലം എനിക്ക് കിട്ടി. വലിയൊരു പ്രതിഫലം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. വലിയ ഇരട്ടി ലാഭം ഞാൻ നേടിയിരിക്കുകയാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുക. സഹോദരങ്ങളെ, അങ്ങനെയായിരുന്നു അവരൊക്കെ. ആ കാര്യത്തിലെല്ലാം അവർ മുന്നിലായിരുന്നു. ആ വിഷയത്തിലെല്ലാം അവർ മുന്നിലായിരുന്നു. നോക്കണം,
പാതിരാ വേളയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ആ സ്വഹാബത്ത് പാതിരാ വേളയിൽ വുളുവെടുത്ത് അള്ളാഹുമായിട്ട് മുനാജാത്തിലാണ്, പാതിരാ വേളയിൽ നിസ്കരിക്കുകയാണ്. അവരാണ് ഈ പകലിൽ ഈ പ്രവൃത്തികളും ഈ കർമ്മങ്ങളും ഈ സുഹൃതങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പൊ എത്രയോ എത്രയോ കാര്യങ്ങൾ അവരൊക്കെ ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ തൻ്റെ അനുയായികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു ഇരുണ്ട അടയാളം നബിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു ഇരുണ്ട അടയാളം അതിങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ ആരാ? ഒരു 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 വിഭാഗം ആളുകളാണ്, മുദർ ഗോത്രത്തിലെ ആളുകളാണ്. നജിദിന്റെ ഭാഗത്തു നിന്നുള്ള മുദർ ഗോത്രത്തിലെ ആളുകളാണ് വന്നത്. എന്താ? പട്ടിണിപ്പാവങ്ങളാണ്. കഴിച്ചിട്ടും അവരെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അവരുടെ പ്രയാസം. അവരിൽ ഉണ്ടായിരുന്ന വസ്ത്രം കഷ്ണത്തിന്റെ ആ വസ്ത്രം അവർക്ക് അതിൽ ദ്വാരമുണ്ടാക്കിയിട്ട് അത് കീറി ശരീരം മറച്ചിരിക്കുക. ഉടുക്കാനുമില്ല, ഉടുക്കാനുമില്ലാത്ത തരത്തിൽ പ്രവാചകൻ അവരെ കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖം വിവർണമായി. പ്രവാചകൻ എന്തു ചെയ്തു? ഓടി വീട്ടിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ആദ്യം ഓടി ചെന്ന് നോക്കി, വല്ലതുമുണ്ടോ കൊടുക്കാൻ? ഒന്നുമില്ല. അതാണ് പ്രവാചകൻ. ഒന്നുമില്ലാത്ത ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ, പ്രവാചകന് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വലിയ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷേ പ്രവാചകൻ അങ്ങനെ മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളല്ലായിരുന്നു. പ്രവാചകൻ ഇസ്ലാം കൊണ്ടുവന്നയാളാണ്, ഇസ്ലാം കണ്ടുവന്നയാളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൊണ്ടുവന്നയാളാണ്. എന്തെങ്കിലും ഇസ്ലാമിൽ വന്ന് ചില ആളുകളൊക്കെ ഇതിനകത്തുണ്ട് ഇന്നതുണ്ട് അത് കണ്ടിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ കണ്ടിട്ട് വന്നയാളല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് എന്ത് ചെയ്തു? ഒന്നുമില്ല. തിരിച്ചു വന്നു, നമസ്കരിച്ചു. ളുഹർ നിസ്കാരം കഴിഞ്ഞു, മിമ്പറിൽ കയറി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഈ ആയത്ത് അങ്ങോട്ട് ഓതി. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് എന്താണ് നിങ്ങൾ സമ്പാദിച്ചു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, ചിന്തിക്കണം.